തൊഴിലുറപ്പ് തൊഴിലാളികൾ മാതൃകയായി. നിർധന കുടുംബത്തിന്റെ വീട് വയറിംഗ് നടത്താൻ തങ്ങളുടെ തൊഴിലുറപ്പ് വേതനം നൽകി. അതിവേഗം വൈദ്യുതി കണക്ഷൻ നൽകി KSEBയും ഇവരുടെ ശ്രമത്തിന് പിന്തുണയേകി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മാതൃകാപരമായ ഇടപെടൽ ചെറുപുഴ കോലുവള്ളിയിൽ. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോലുവള്ളി കള്ളപ്പാത്തിയിലെ MK അമ്മണിയുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തി. വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒത്തൊരുമയും പങ്കുവയ്ക്കലും വാർഡ് മെമ്പറിൻ്റെ നിരന്തര പരിശ്രമവുമാണ് സാങ്കേതിക നൂലാമാലകളിൽ കുടുങ്ങിക്കിടന്ന വൈദ്യുതീകരണം വേഗത്തിലാക്കി വീട്ടിലേക്ക് വെളിച്ചമെത്തിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ ജോയ്സി ഷാജി വൈദ്യുതി വിതരണം സ്വിച്ച് ഓൺ ചെയ്തു. നമ്മുടെ കോലുവള്ളി 3-ാം വാർഡിലെ നമ്മുടെ കോളിയാട്ട് അമ്മണിയേട്ടി നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ഒരു സജീവ പ്രവർത്തകയാണ്. തൊഴിലുറപ്പ് തുടങ്ങിയ കാലം മുതൽ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഈ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്നതാണ്. ഈ വീട് നാട്ടുകാരുടെ എല്ലാവരുടെ സഹായത്തോടുകൂടി നമ്മളിവിടെ പണിതാണ്. ഈ അമ്മണിയേട്ടി തൊഴിലുറപ്പ് പദ്ധതി പണിയെടുത്തുകൊണ്ട് അതിൻ്റെ പൈസയും കുറച്ച് ലോണും എടുത്തിട്ടാണ് ഈ ഒരു വീട് പണിത് പൂർത്തീകരിച്ചത്. പക്ഷെ 3 വർഷമായിട്ടും ഈ വീട് ഇവരുടെ പേരിലേക്ക് മാറ്റാനോ, കാരണം ഇവരുടെ പേരിൽ സ്ഥലമില്ല, അതുകൊണ്ട് ഇവരുടെ പേരിലേക്ക് മാറ്റാനായിട്ടില്ല. അപ്പോൾ അതിന് ഒരു കണക്ഷൻ കൊടുക്കാൻ കറണ്ട് കിട്ടിയിട്ടില്ലായിരുന്നില്ല. അപ്പോൾ കറണ്ടിന് വേണ്ടി പലവട്ടം പലരും ഇടപെട്ടു. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഒരു വീട്ടു നമ്പർ ഇല്ലാത്ത വീടിന് അപേക്ഷ കിട്ടില്ല, കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഇത് വന്നുകൊണ്ട് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ അമ്മണിയേട്ടിയുടെ വീടിൻ്റെ അവസ്ഥ കണ്ട് നമ്മുടെ ഈ തൊഴിലുറപ്പിൻ്റെ മേറ്റും അംഗങ്ങളും ഇവിടെ ഒന്ന് ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവർ തന്നെ തീരുമാനിച്ചു, നമുക്ക് ഈ ഒരു വീടിന് കണക്ഷൻ കൊടുത്താലോ. ഇവരെല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായി പ്രവർത്തനത്തോടുകൂടെ അവർ ഫണ്ടെത്തി ഇതിന് വയറിങ് ചെയ്ത്, അതുപോലെ നമ്മുടെ മുരളിയേട്ടനും മധുവേട്ടനും നമ്മുടെ ഈ വീടിന് വയറിങ് അവർ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തു. തൊഴിലുറപ്പിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി വയറിങ്ങിനുള്ള സാധനങ്ങളും ബാക്കി ഈ വീട് വയറിങ് ചെയ്ത് എടുക്കുകയാണ്. പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് വീട്ടു നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വീട്ടു നമ്പറില്ലാത്ത അവരുടെ റേഷൻ കാർഡ് വെച്ചുകൊണ്ട്, പഴയൊരു വാടക വീടിൻ്റെയാണ് റേഷൻ കാർഡ് ഉള്ളത്, എങ്കിലും അതിനും കിട്ടുകയില്ല, എങ്കിലും താമസ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് കൈവശ സർട്ടിഫിക്കറ്റായി അങ്ങനെ KSEB പോയി അവരോട് കാര്യം സംസാരിച്ചു. അങ്ങനെ നമുക്ക് ഈ ഒരു വീടിന് കണക്ഷൻ കൊടുക്കാനുള്ള, അതായത് ഇവർക്ക് ഒരു പോസ്റ്റ് വേണമായിരുന്നു, കണക്ഷൻ മാത്രം വരാം, ഒരു പോസ്റ്റ് ഇട്ട് വേണമായിരുന്നു. BPL കുടുംബമാക്കണം, അതുകൊണ്ട് BPL നമ്പറും ഇല്ല. അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ എടുത്ത് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി. ഇതിനകത്ത് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളോടാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു നല്ല മനസ്സ്, ഈ 3 വർഷമായിട്ട് ഈ ഒരു വീട് പണിത് പൂർത്തീകരിച്ച് ഈ ഇരുട്ടിൽ കിടക്കുന്ന കണ്ട ഈ അമ്മണിയേട്ടിക്ക് തീരെ സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ്. അവരെ ഒരു വെളിച്ചത്തിന് പ്രകാശം കാണിച്ചു കൊടുക്കാൻ സാധിച്ച ഈ കുടുംബശ്രീയുടെ തൊഴിലുറപ്പ് പദ്ധതി മേറ്റ് രാജശേച്ചിയും അതുപോലെ പുഷ്പ, മുഴുവൻ പ്രവർത്തകരും അവര് ആരോട് ചോദിച്ചിട്ടും ഒരു മടിയും പറയാതെ കൊണ്ട് എല്ലാവരും ഒരുപാട് സഹകരിച്ച് ഈ ഒരു വയറിങ്ങും എല്ലാം ചെയ്യാൻ അവർക്ക് സാധിച്ചു. ഇന്ന് ഈ വീടിന് നമ്മൾക്ക് കണക്ഷൻ കൊടുക്കുകയും ചെയ്തു. സ്വന്തം പേരിൽ സ്ഥലമില്ലാത്തതിനാൽ വൈകിയ വൈദ്യുതീകരണം പൂർത്തിയാക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ തങ്ങളുടെ വേതനം ചെലവഴിച്ചു. പ്രദേശത്ത് വയറിംഗ് ജോലി ചെയ്യുന്ന KP മുരളിയും PG മധുകുമാറും വയറിംഗ് ജോലികൾ സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു. തൊഴിലുറപ്പ് മേറ്റ് രാധാമോഹനൻ്റെയും സതി മുരളി, പുഷ്പ മധു, രജിത മധു, കുഞ്ഞമ്മ രവീന്ദ്രൻ എന്നിവരുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അതിൻ്റെ ആദ്യകാലം മുതലേ ഉള്ള പ്രവർത്തനത്തിൽ നമ്മളെ പെരിങ്ങത്തെ KP ഷിബു അവർ ആ അമ്മണിയേട്ടിയുടെ കഠിനാധ്വാനവും ആ KP ഷിബുവിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് ഉയർന്നു വന്നിരിക്കുന്നത്. അന്നേരം ഒരു വെളിച്ചം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ പണിയെടുക്കുന്ന തൊഴിലാളികളടക്കം, ശോഭ എന്ന തൊഴിലാളി അടക്കം നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ 2 കൈയും പിടിച്ചിട്ടാണ് അമ്മണിയേട്ടിനെ പണിക്കെല്ലാം കൊണ്ടുപോയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അന്ന് ഇവിടെ സുഖമില്ലാതെ കാണാൻ വന്ന അവസരത്തിൽ നമ്മൾ ഈ ഇരുട്ട് കണ്ടിട്ട് അന്നേരം ഈ പുഷ്പ, രജിത, സതി അവരെ മനസ്സിൽ നിന്നും നമുക്ക് ചെയ്തു കൊടുത്താലോ രാധേച്ചി ചോദിച്ചു. അന്നേരം നിയമ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പേപ്പർ വർക്കെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ, ബാക്കി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. തൊഴിലാളികളോടെല്ലാം ചോദിച്ചപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിലാണ് അതിൻ്റെ ഫണ്ട് നമ്മൾ അന്നേരം തന്നെ പറയുകയും എല്ലാം കൊടുക്കുകയും ഇവിടെ ആ വയറിങ്ങിൻ്റെ ഫണ്ട് നമ്മൾ എത്തിക്കുകയും ബാക്കി ചെയ്തത് മെമ്പറടക്കം മുരളി, മധു അവരെല്ലാം കൂടിയിട്ട് അവരുടെ എല്ലാം അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഇത് ഞങ്ങളുടെ എല്ലാം അത്ര വെളിച്ചം കാണിക്കണം എന്നുള്ളത് അമ്മണിയേട്ടിയുടെ ആഗ്രഹമാണ്. ഒരു മിക്സി വേണമെന്നും ഒരു റേഡിയോ വേണമെന്നും ഒരു TV വേണമെന്നെല്ലാം ആഗ്രഹമാണ്. അത് നമുക്ക് ഈ കറണ്ട് കിട്ടിയാലേ ഇതെല്ലാം ആവുമല്ലോ.
അതിന്റെ ഫലമായിട്ടാണ് അത് ഈ ഇരിക്കുന്ന തൊഴിലാളികൾ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അല്ലാത്ത പിന്നെ എൻ്റെ ഗുണഭോക്താവായ സിബി ഉണ്ടായിരുന്നു, അത് സുധിയുണ്ട്, ഇന്നത്തെല്ലാം പങ്കാളിയായവരാണ് അവരെല്ലാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ര പോരാ ആളിൽ നിന്നും അങ്ങനെ ഈ ബാക്കിയെല്ലാം മുരളീരിയും മധുവിനെയും നല്ല കഠിനാധ്വാനം മെമ്പർ അടക്കം ഇല്ല മിനിറ്റിന് വിളിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് ഇന്ന് ഇത് പൂർത്തീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തൊഴിലാളികൾക്കെല്ലാം ഇത് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം സ്വന്തം വീട്ടിൽ വൈദ്യുതി വെളിച്ചം, അടുക്കളയിൽ മിക്സി പ്രവർത്തിപ്പിക്കണം, ഒഴിവു സമയത്ത് TV കാണണം, ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ അമ്മിണിയച്ചിയെ പോലുള്ള വീട്ടമ്മമാർക്ക്. അതിന് വൈദ്യുതീകരണം തടസ്സമാകരുതെന്ന് കരുതി നടപടികൾ വേഗത്തിലാക്കി കണക്ഷൻ നൽകിയ KSEBയും അഭിനന്ദനം അർഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.